ഹായ് ഓൾ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്മാർട്ട് ഫോൺ മോട്ടറോള എഡ്ജ് 50 നിയോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണെ പറ്റിയാണ്. 25,000 രൂപയാണ് ഈ സ്മാർട്ട് ഫോണിന്റെ വില. സെപ്റ്റംബർ 14-നായിരിക്കും ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ഡീറ്റെയിൽ ആയി ഒന്ന് പരിശോധിക്കാം. പ്രോസസർ MediaTek 7300 ചിപ്സെറ്റാണ് ഇതിൽ തന്നിട്ടുള്ളത്. 8 കോർസ് ഉള്ള CPU ആണിത്. 2.5 GHz ക്ലോക്ക് സ്പീഡ് ചെയ്തിരിക്കുന്നത്. 2.5 GHz ഫോർ പെർഫോമൻസ് കോഴ്സും 2 GHz ഫോർ എഫിഷ്യൻസി കോഴ്സുമാണ് ഉള്ളത്. 4nm ഫാബ്രിക്കേഷൻ ടെക്നോളജിയിൽ നിർമ്മിച്ച പ്രോസസ്സറാണ്. ഇതിൽ വരുന്ന GPU Mali G615 MP2 GPU ആണ്. പവർഫുള്ളായ ഒരു പ്രോസസ്സർ തന്നെയാണ് MediaTek 7300 ചിപ്സെറ്റ്. ഇനി സ്റ്റോറേജിലേക്ക് വന്നാൽ LPDDR4Xന്റെ 12GB RAM ആണ് തന്നിട്ടുള്ളത്. UFS 2.2യുടെ 256GB ഇന്റേണൽ സ്റ്റോറേജ് ഓപ്ഷനാണ് ഉള്ളത്. മെമ്മറി കാർഡ് ഇടാനുള്ള സപ്പോർട്ട് ഇതിലില്ല. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നാൽ 6.67 ഇഞ്ചിന്റെ ഫുൾ HD+ കർവഡ് AMOLED ഡിസ്പ്ലേ ആണ് തന്നിട്ടുള്ളത്. 2100 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണിത്. ഈ ഡിസ്പ്ലേയുടെ റിഫ്രഷ് റേറ്റ് 165 Hz ആണ്. 395 ppi പിക്സൽ ഡെൻസിറ്റി ഉണ്ട്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് തന്നിട്ടുള്ളത്. കൂടാതെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റും തന്നിട്ടുണ്ട്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസിന് വളരെ മികച്ചൊരു ഡിസ്പ്ലേ തന്നെയാണ് മോട്ടറോള ഇവിടെ തന്നിട്ടുള്ളത്. ഈ ക്യാമറയിലേക്ക് വന്നാൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ തന്നിട്ടുള്ളത്. 50 MB മെയിൻ സെൻസറും 30 MB അൾട്രാ വൈഡ് സെൻസറും 10 MB ടെലിഫോട്ടോ ക്യാമറയുമാണ് തന്നിട്ടുള്ളത്. അതിൽ 50 MB മെയിൻ സെൻസറിൽ 4K 30 FPS വരെ മാക്സിമം റെക്കോർഡിംഗ് കേപ്പബിലിറ്റി ഉണ്ട്. OISന്റെ സപ്പോർട്ടുണ്ട്. ഇനി സെക്കൻഡറി തന്നിരിക്കുന്ന 13 MB അൾട്രാ വൈഡ് ക്യാമറയിൽ 1080p 30 FPS വരെയാണ് മാക്സിമം റെക്കോർഡിംഗ് കേപ്പബിലിറ്റി. 10 MB ടെലിഫോട്ടോ ക്യാമറയിൽ 1080p 30 FPS വരെയാണ് മാക്സിമം റെക്കോർഡിംഗ് കേപ്പബിലിറ്റി. ഫ്രണ്ട് സൈഡിലേക്ക് വന്നാൽ 32 MP സെൽഫി ഷൂട്ടറാണ് തന്നിട്ടുള്ളത്. 1080p 30 FPS വരെയാണ് മാക്സിമം റെക്കോർഡിംഗ് കേപ്പബിലിറ്റി. അപ്പോൾ ഓവറോൾ ക്യാമറയിലേക്ക് വന്നാൽ 25,000 റുപ്പീസിന് നല്ല ബെസ്റ്റ് ക്യാമറ സിസ്റ്റം തന്നെയാണ് മോട്ടോറോള ഇവിടെ തന്നിട്ടുള്ളത്. യൂസ്ഫുള്ളായ 3 ക്യാമറാസാണ് റിയർ സൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മികച്ചൊരു ക്യാമറ എക്സ്പീരിയൻസ് തന്നെ ഈ സ്മാർട്ട് ഫോണിൽ നിന്ന് ലഭിക്കും. ഇനി ബാറ്ററിയിലേക്ക് വന്നാൽ 4310 mAh ബാറ്ററിയാണ് തന്നിട്ടുള്ളത്. 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുമുണ്ട്. USB Type-C 2.0 ആണ് വെർഷൻ. സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നാൽ Hello UI ബേസ്ഡ് ഓൺ Android 14 ഫോൺ ലോഞ്ച് ചെയ്യുക. ഇനി അതർ ഫീച്ചേഴ്സ് എന്തൊക്കെയുണ്ടോ നോക്കിയാൽ ഡുവൽ 5G സപ്പോർട്ടുണ്ട്. IP68ന്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് സപ്പോർട്ടുണ്ട്. NFC തന്നിട്ടുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. ഡോൾബി ഓഡിയോ ആണ് പവർ ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിൽ വീഗൻ ലെതറിന്റെ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മോട്ടോ കണക്ട് എന്നൊരു ഓപ്ഷനുണ്ട്. മോട്ടറോള TV ആയിട്ട് ഫോൺ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണത്. പിന്നെ ബ്ലൂടൂത്ത് 5.3 Wi-Fi 6 എന്നിവയാണ് മറ്റു ഫീച്ചേഴ്സ്. ഇനി കൺക്ലൂഷനിലേക്ക് വന്നാൽ 25,000 to 30,000 ആ ഒരു പ്രൈസ് റേഞ്ചിന്റെ ഇടയിലായിരിക്കും ഈ സ്മാർട്ട് ഫോണിന്റെ വില വരിക. ആ ഒരു വിലയ്ക്ക് അത്യാവശ്യം നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയായിട്ടാണ് അനുഭവപ്പെട്ടത്. MediaTekന്റെ Dimensity 7300 എന്ന് പറയുന്ന ചിപ്സെറ്റ് വളരെ കേപ്പബിൾ ആയ ഒരു ചിപ്സെറ്റ് തന്നെയാണ്. മിഡ് റേഞ്ചിൽ നല്ല പെർഫോമൻസ് നൽകുന്ന ചിപ്സെറ്റ് ആണ്. പക്ഷേ Realme Narzo 70 Turbo എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ പറഞ്ഞ സ്മാർട്ട് ഫോണിൽ ഈ സെയിം ചിപ്സെറ്റ് തന്നെയായിരുന്നു തന്നിട്ടുള്ളത്. പക്ഷേ അതിന്റെ വില 16,000 രൂപയായിരുന്നു. പക്ഷേ ആ ഒരു ഡിവൈസിൽ നിന്നും ഒട്ടനവധി ഫീച്ചേഴ്സ് ഇവിടെ മോട്ടറോള തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 25,000 രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ചൊരു സ്മാർട്ട് ഫോൺ തന്നെയായിട്ടാണ് മോട്ടറോള എഡ്ജ് 50 നിയോ അനുഭവപ്പെട്ടത്. അപ്പോൾ 25,000 രൂപ എന്ന ബഡ്ജറ്റിൽ നിങ്ങൾ അത്യാവശ്യം പെർഫോമൻസും നല്ല ക്യാമറ ക്വാളിറ്റിയും ഉള്ള സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെങ്കിൽ മോട്ടറോള എഡ്ജ് 50 നിയോ എന്ന് പറയുന്ന ഈ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ധൈര്യമായി ചൂസ് ചെയ്യാം. ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് August 29 അല്ലെങ്കിൽ September 14 ആയിരിക്കും. August 29 ലോഞ്ച് എന്ന് റൂമേഴ്സ് പ്രകാരം അറിയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അത് കൺഫേം അല്ല. August 29 ഇത് റിലീസ് ആയിട്ടില്ലെങ്കിൽ September 14 ഇത് ഉറപ്പായും ലോഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ സ്മാർട്ട് ഫോൺ ധൈര്യമായി ചൂസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിധേന എന്നെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു ഇൻട്രസ്റ്റിംഗ് സ്മാർട്ട് ഫോൺ വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.